അടിമാലി കുമളി ദേശീയപാതയിൽ കല്ലാറുകുട്ടി പുതിയ പാലം വെള്ളക്കുത്ത് ഭാഗത്ത് വൻതോതിൽ അറവു മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നതായി പരാതി. ചാക്കിൽ കെട്ടിയാണ് അറവു മാലിന്യവും മറ്റു മാലിന്യങ്ങളും ഇവിടെ തള്ളിയിരിക്കുന്നത്. മാലിന്യങ്ങൾ അഴുകി പ്രദേശമാകെ കൊതുക് ശല്യവും സാംക്രമിക രോഗഭീഷണിയിലുമാണ്. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള സ്രോതസ്സിലാണ് മാലിന്യം തള്ളിയിട്ടുള്ളത്. വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. അടിമാലി കുമളി ദേശീയപാതയിൽ കല്ലാറുകുട്ടി പുതിയ പാലം വെള്ളക്കുത്ത് ഭാഗത്താണ് വൻതോതിൽ അറവു മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. ചാക്കിൽ കെട്ടിയാണ് അറവു മാലിന്യവും മറ്റു മാലിന്യങ്ങളും ഇവിടെ തള്ളിയിരിക്കുന്നത്. വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച മാലിന്യ നിക്ഷേപം നിരോധിച്ചതായുള്ള ബോർഡിന് സമീപത്തായിട്ടാണ് മാലിന്യ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. ഇവ അഴുകി പ്രദേശത്ത് ദുർഗന്ധം വമിച്ച് കൊതുക് ശല്യവും പ്രദേശം സാംക്രമിക രോഗ ഭീഷണിയിലുമാണ്. പഞ്ചായത്തിൽ വിവരമറിയിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കുവാൻ തയ്യാറായില്ലെന്നുമാണ് പരാതി. ഇവിടെ അറവു മാലിന്യം ഇതിനു മുന്നേ കൊണ്ടുപോയിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് വേസ്റ്റ് കൊണ്ടു തള്ളിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിൽ വിളിച്ചു പറഞ്ഞു, മെമ്പറോട് പറഞ്ഞു, ഇതുവരെ ആരും ഒന്നും നോക്കിയിട്ടില്ല. താഴേക്ക് ആളുകൾ കുടിക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വെള്ളമാണ്. മൊത്തം വേസ്റ്റ്, ഫുള്ള് വേസ്റ്റ്, ഇവിടുന്ന് അങ്ങേയറ്റം വരെ വേസ്റ്റാണ്. ഇതിൻ്റെ തൊട്ട് മേളിലും അതുപോലെ അറവു മാലിന്യം കൊണ്ടുപോയി തള്ളിയിട്ടുണ്ട്. അപ്പം എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ആരും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയാണ് മീഡിയ നെറ്റിലെ അറിയിക്കുന്നത്. നിരവധി കുടുംബങ്ങൾ കുടിക്കുവാനും കുളിക്കുവാനും മറ്റ് ആവശ്യങ്ങൾക്കും ആശ്രയിക്കുന്ന സ്രോതസ് കൂടിയാണിത്. മാലിന്യ നിക്ഷേപം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് അടിയന്തരമായി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.